സാബുവിന്റെ ചക്ക പഴുക്കുമോ? 2020 സാബു ഇത്തവണ അദ്ദേഹം പ്രത്യേക താല്പര്യാർത്ഥം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ചിഹ്നമാണ് ചക്ക. വലിയ കൂഴച്ചക്കയാണ് സാബുവിന് ഇത്തവണ ചിഹ്നമായി ലഭിച്ചിരിക്കുന്നത്. അത് സാബുവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. കഴിഞ്ഞ വർഷം സാബുവിന്റെ ചിഹ്നം മാങ്ങയായിരുന്നു. ഇത്തവണ അത് എന്തോ തനിക്കൊരു വലിയ ചക്ക വേണം എന്ന സാബുവിന്റെ ആ ആഗ്രഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഫലമാക്കി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ സാബുവിന്റെ സ്വഭാവം അറിയാവുന്നവർ പറയുന്നത് സാബുവിന്റെ ആ സ്വഭാവം പ്രകാരം സാബുവിന് കിട്ടേണ്ടിയിരുന്ന ആ ചിഹ്നം എന്ന് പറയുന്നത് ഓന്തായിരുന്നു. കാരണം ഇതുപോലെ നിറം മാറാൻ കഴിവുള്ള ഒരു വ്യക്തി ഈ കേരള മഹാരാജ്യത്ത് ഇല്ല എന്നാണ് സാബുവിനെ അറിയാവുന്നവർ പറയുന്നത്. അങ്ങനെ സാബു തനിക്ക് ലഭിച്ച ചിഹ്നം ചക്കയുമായി അദ്ദേഹം കളത്തിലിറങ്ങിയിരിക്കുകയാണ്. തൻ്റെ ചക്കയിൽ പരമാവധി പേർ വോട്ട് രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കും, തൻ്റെ സ്ഥാനാർത്ഥികളെ നിയമസഭയിലേക്ക് അയക്കും എന്നും പറഞ്ഞാണ് ഇയാൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഓർക്കുക, സംശുദ്ധ രാഷ്ട്രീയത്തിനായി 2020 ഇവിടുത്തെ ഇടത് രാഷ്ട്രീയത്തിലും വലത് രാഷ്ട്രീയത്തിലും BJP ഭരണത്തിലും വശം കെട്ട ജനങ്ങൾക്കൊരു പ്രത്യാശ നൽകുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞാണ് കിറ്റക്സ് സാബു എന്നറിയപ്പെടുന്ന ജട്ടി വ്യവസായി ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത്. തൻ്റെ CSR ഫണ്ട് മറ്റാർക്കും കൊടുക്കാതെ ആ CSR ഫണ്ടിന്റെ ചെറിയൊരു അംശം എടുത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും ഒക്കെ കൊടുക്കുകയും അതുപോലെ എക്സ്പോർട്ടിങ്ങിന് പറ്റാത്ത ചെറിയ കീറലുള്ള ജട്ടിയും പാവാടയും ലുങ്കിയും ഒക്കെ വിലക്കുറവിൽ നൽകിയും തൻ്റെ ന്യായവിലശാല എന്നൊക്കെ പറഞ്ഞ് സിംഗപ്പൂർ പോലെ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ ജട്ടി മുതലാളി രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത്. ആദ്യമേ അദ്ദേഹം വലിയ ഒച്ചപ്പാടും കോലാഹലവും ഒക്കെ വെച്ച് ആദ്യം മാധ്യമ ശ്രദ്ധ നേടി. ഞങ്ങളടക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ ഓർത്തത് ഇതുപോലൊരു കോടീശ്വരന് തട്ടിപ്പോ വെട്ടിപ്പോ നടത്തേണ്ടെന്ന് ആവശ്യമല്ല. ഒരു സംരംഭകൻ എന്ന നിലയിൽ വിജയിച്ച ഇദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയമായിരിക്കും വിഭാവനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നാൽ അത് കേരളത്തിന് നന്നാവും. ഈ പാർട്ടിസാൻസ് പൊളിറ്റിക്സ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അദ്ദേഹത്തിന് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകിയത്. എന്നാൽ ഇദ്ദേഹവുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾ പിണറായിയുടെ ഒരു ട്രോജൻ കുതിരയാണ്, പിണറായിയുടെ ഒരു അടിമയും ഏജന്റുമാണ് ഇയാൾ എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആ യഥാർത്ഥ മുഖം ഞങ്ങൾ പിച്ചിക്കീറിയപ്പോൾ ഈ ജട്ടി വ്യവസായി എനിക്കെതിരെ നിരവധി കേസുകൾ കൊടുത്ത് ഈ ചാനൽ പൂട്ടുവാൻ തന്നെ ശ്രമിച്ചു. പക്ഷേ ജട്ടി വ്യവസായിയുടെ ആ പണത്തെക്കായാലും സത്യത്തിന് ദൈവം തമ്പുരാനൊരു വില നൽകുന്നത് കൊണ്ടാവും ഇന്നും ഈ ജട്ടി മുതലാളിക്ക് ഞങ്ങളുടെ ചാനൽ പൂട്ടുവാനോ നിയമപരമായി ഞങ്ങളെ ഒന്നും ചെയ്യുവാനോ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ 2020 പ്രസ്ഥാനം പാവങ്ങൾക്ക് ബിരിയാണി കൊടുത്ത് ആളെ കൂട്ടി ഇദ്ദേഹം അവിടെ മാനിപ്പുലേഷൻ നടത്തുന്ന കാര്യമൊക്കെ ഞങ്ങൾ ജനങ്ങളെ തുറന്നറിയിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇയാളുടെ സ്ഥാനാർത്ഥികൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ രാഷ്ട്രീയമായി ഇവർ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻവർഷങ്ങളെക്കാൾ പിന്നോട്ട് പോയി ആകെ പിടിവള്ളി വിട്ട് നിൽക്കുമ്പോഴാണ് ഇയാൾ ഒരു അഭയാർത്ഥിയെ പോലെ BJPയിൽ ചെന്ന് കയറുന്നത്. അയാൾ BJP രംഗപ്രവേശം ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈടിപ്പേടിയിൽ നിന്നും രക്ഷപ്പെടുവാനും ഒരു കാല് നരേന്ദ്രമോദിയുടെ തോളിൽ വെക്കുകയും മറ്റേക്കാൽ പിണറായി വിജയന്റെ നെഞ്ചത്തും വെച്ച് യാത്ര ചെയ്യുന്നതാണ് ഇനി സേഫ് എന്ന് മനസ്സിലാക്കിയായിരുന്നു നമ്മളുടെ ഈ ജട്ടി വ്യവസായിയുടെ ആ നീക്കം. വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. ഇപ്രകാരം ഒരു കാല് മോദിജിയുടെ തോളത്ത് വെക്കുമ്പോഴും പിണറായിയുടെ നെഞ്ചത്ത് വെച്ചിരിക്കുന്ന ആ കാൽ വളരെ സോഫ്റ്റ് ആണ്,
പിണറായിക്ക് പരമാവധി പ്രയോജനമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഇപ്രകാരം ഒരു NDA പ്രവേശനം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സാബു ജേക്കബ് ഇയാളുടെ കൂടെ ഒരൊറ്റ മനുഷ്യനും നിൽക്കത്തില്ല. കാരണം ഇയാൾ ഒരു സ്വാർത്ഥനും, ഇയാൾ വെറും ഒരു മാടമ്പിയുമാണ്. കൂടെ കൊള്ളാവുന്നവന്മാരെ നിർത്തത്തില്ല. ഇയാളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന അടിമകളായ റാൻ മൂളി നിൽക്കുന്ന ഏഴാം കൂലി ഇസ്പേഡുകളെ ഇയാളുടെ കൂടെ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്ന ആളുകളൊന്നും ഇയാളുടെ കൂടെ നിൽക്കത്തില്ല. ഒരു സെക്കൻഡറി ഫോഴ്സ് ഇല്ല, ഒരു നേതൃത്വ നിരയില്ല. ആകെയുള്ളതും രചനയും സംവിധാനവും സംഘടനവും കട്ടം വലിക്കുന്നതും ലൈറ്റ് അടിക്കുന്നതും എല്ലാം ഞാൻ താൻ എന്ന് പറയുന്നത് പോലെ സാബു ജേക്കബ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്തോ ഒരു സംഭവമാണ് എന്ന് കരുതി NDA ആ BJP നേതൃത്വം ഇദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയും NDAയുടെ ഒരു പാർട്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിൽക്കുവാൻ സ്ഥാനാർത്ഥികൾ ആരുമില്ല. ഇയാൾ 2020 സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നവന്മാരെ നോക്കിയാൽ മതി. ഈ പെറുക്ക് ടീമുകളാണ് 2020യുടെ സ്ഥാനാർത്ഥികൾ. ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ നിലപാടാണുള്ളത്? എന്ത് ആദർശമാണുള്ളത്? ഓരോ പാർട്ടിയിൽ നിന്നും ചോരയും നൂരും ഊറ്റിക്കളഞ്ഞ് അവസരവാദികളായ തൊട്ടിൽച്ചാടികളെ ഇയാളുടെ പാർട്ടിയുടെ ഭാഗമാക്കി വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന്റെ തട്ടകമായ കുന്നത്ത് നാട്ടിൽ ഒരു സംവരണ മണ്ഡലമാണ്. ആ കുന്നത്ത് നാട്ടിൽ മത്സരിപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഇയാൾ കെട്ടിയിറക്കിയിരിക്കുന്ന ആരെയാണ്? അടൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാനായ മുൻ കോൺഗ്രസ് നേതാവായ ബാബു ദിവാകരനെ. കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് അടൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാനൊക്കെയായി മാറിയ അയാൾ കൊതിക്കെറിവിൻ്റെ പേരിൽ സാബുവിൻ്റെ ആ ബിരിയാണി പാർട്ടിയിലേക്ക് ഇദ്ദേഹം ചാടി. അങ്ങനെ സംവരണ മണ്ഡലമായ കുന്നത്ത് നാട്ടിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാം എന്ന ഉറപ്പിന്മേൽ ഈ ബാബു ദിവാകരനെ ഇദ്ദേഹം വിലക്കെടുത്തു. ഓർക്കുക, ഇത്രയും വർഷം പ്രവർത്തിച്ച് ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്നും ഒരാളെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്നും പെറുകിക്കളഞ്ഞ ഒരാളെ കൊണ്ടുവന്നാണ് ഇയാൾ നിർത്തിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തൃക്കാക്കരയിൽ അനിൽ മാരാരെ നിർത്തിയിരിക്കുകയാണ്. ആരാണ് ഈ മാരാര്? ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്ന് ആരും കാണാത്ത ഏതോ ഒരു പടം സംവിധാനം ചെയ്തു എന്നതല്ലാതെ ഈ മാരാർക്ക് എന്ത് പൊളിറ്റിക്കൽ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്ത് നേട്ടമാണ്, അതല്ലെങ്കിൽ എന്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് ഇവിടെ നടത്തുവാൻ സാധിച്ചിരിക്കുന്നത്? ഒന്നുമല്ല. കോൺഗ്രസിന്റെ പുറകെ നടന്നു സീറ്റ് കിട്ടുമെന്ന് ഓർത്ത് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. ഇടതുപക്ഷം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു, അവിടെയും കൊടുത്തില്ല. BJP അടുപ്പിക്കുമെന്ന് ഓർത്തു, അവിടെയും അടുപ്പിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജട്ടി മുതലാളി തൻ്റെ 2020 ബിരിയാണി പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുവാൻ ആളില്ലാതെ വലഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ഉള്ളതാകട്ടെ എന്ന് കരുതി അഖിൽ മാരാർക്ക് തൃക്കാക്കരയിൽ ഒരു സീറ്റ് അങ്ങ് കൊടുത്തു. അതുപോലെ ഇന്ന് നമ്മുടെ സീരിയൽ നടിമാരെ 2-3 പേരെ നമുക്കറിയാം, ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് പണം കൊടുത്താൽ അവർ എന്ത് അഭിനയവും നടത്തും. അങ്ങനെയുള്ള 3 നടികളെ, ഏറ്റുമാനൂരിൽ വീണ നായർ, പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയ, അതുപോലെ വേറൊരു റിയാലിറ്റി ഷോ താരമായ പ്രോമി കുര്യാക്കോസിനെ പെരുമ്പാവൂരിൽ, തൃപ്പൂണിത്തുറയിൽ നടി അഞ്ജലി നായർ, ഇതുപോലെയുള്ള ചെറിയ നടിമാരെ ഇറക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ആ പ്രസ്ഥാനത്തിൽ, ആ ബിരിയാണി പ്രസ്ഥാനത്തിൽ കൊള്ളാവുന്ന ആരുമില്ല. അന്നേരം ഇവരെല്ലാം ചക്കയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരും ദിവസങ്ങളിൽ കളത്തിലിറങ്ങും. സാബു ജേക്കബ് ഈ ചക്കയുമായി വരുന്നത്, ഈ ചക്ക ആർക്കുള്ളതാണ്? ഇത് പിണറായി വിജയന് പഴുപ്പിച്ച് തിന്നുവാൻ പാകത്തിലുള്ള ഒരു ചക്കയുമായിയാണ് ഈ സാബു ജേക്കബ് വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള കൂറ സ്ഥാനാർത്ഥികളെ ഇയാൾ 2020യുടെ ലേബലിൽ അല്ലെ NDA സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ NDA നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഇവൻ കുഴിപ്പുളവനാണ്, ഇവൻ വഞ്ചകനാണ്, ഇരുതലം മൂരിയാണ്, ഇവൻ 2 സ്ഥലത്തും ഒരേ സമയം ഉപദേശവും ഊഞ്ഞാലാട്ടും നടത്തുന്ന
മുതലാണ് എന്ന യാഥാർത്ഥ്യം BJP ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഏഴാംകൂലികളായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെ NDAയുടെ സ്ഥാനാർത്ഥികളായി നിർത്തി പരമാവധി കോൺഗ്രസ് വോട്ടുകൾ തല്ലുക. പരമാവധി കോൺഗ്രസിന് കിട്ടാനുള്ള, ജയിക്കാൻ വേണ്ടി ഇയാൾ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല. ഈ സ്ഥാനാർത്ഥികൾ നിൽക്കില്ല എന്ന് ആദ്യം ഉറപ്പുള്ളയാൾ ഈ ജട്ടി മുതലാളി സാബുവാണ്. അയാൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മിടുക്കരായ സ്ഥാനാർത്ഥികൾ വേണ്ട. അവർക്ക് വേണ്ടുന്നത് ഇത്തരത്തിലുള്ള ഏഴാംകൂലി ഈസ്പേഡുകളായ വോട്ട് തല്ലാൻ, അതായത് ഒരു നിസാര വോട്ട് തല്ലി കോൺഗ്രസിന്റെ വോട്ടുകൾ ഒരു 3000-4000 വോട്ടുകൾ തല്ലാൻ സാധിച്ചാൽ അത് LDFന് ഗുണകരമാകും. LDF സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പരമാവധി 20-20 ബിരിയാണി പാർട്ടിയുടെ പേരിൽ ഇതുപോലുള്ള പെറുക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിന്റെ വോട്ട് തല്ലി പിണറായി വിജയന് 3ാം തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ കുഴിപ്പുളവൻ സാബു തൻ്റെ ചക്കയും ചുമന്നുകൊണ്ട് വരുന്നത് എന്നോർക്കുക. ഇവന്റെ ചക്കയുമായി വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം, ഡാ സാബു, ഈ ചക്ക പിണറായിക്കുള്ള ചക്കയല്ലേ, നീ വെറും ചക്ക ചുമപ്പുകാരനല്ലേ എന്ന് ഇയാളോട് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് സാബുവിന്റെ ചക്ക കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടുന്ന മുഖം പിണറായി വിജയന്റെ മുഖമാണ്. ഇത് പിണറായി വിജയനെ പഴുപ്പിച്ച് ചെയ്യുന്നതിനുള്ള ചക്കയുമായിട്ടാണ് ഈ ജട്ടി സാബു വരുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ ഒരു ട്രോജൻ കുതിരയാണ്. അതുപോലെ തന്നെ യാക്കോബായ സഭാ വിശ്വാസികൾ ഇവനെ സൂക്ഷിക്കുക. ആ മണ്ഡലങ്ങളിൽ പെരുമ്പാവൂർ, കോതമംഗലം, കുന്നത്തനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ യാക്കോബായ സഭാംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. സ്വന്തം ഇടവകപ്പള്ളി പോലും ഇയാളുടെ സ്ഥാപനത്തെക്കാൾ പൊങ്ങരുത് എന്ന് കരുതി പൊളിച്ചിട്ടിരിക്കുന്ന ഈ മുതൽ, ഈ സഭയുടെ ക്രൈസിസ് കാലയളവിലൊന്നും കൂടെ നിൽക്കാത്ത ഇയാളാണ് ഇന്ന് സഭാ പ്രശ്നം പരിഹരിക്കാൻ എന്ന പേരിൽ യാക്കോബായ സഭാംഗങ്ങളെ BJP കൂട്ടിൽ കൊണ്ട് കയറ്റുവാൻ നോക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ കുഴിപ്പുളവനാണ്. ഇവൻ സമുദായത്തെ കാണിച്ച് ആളുകളുടെ തലയെണ്ണി കാശ് മേടിക്കുന്ന കുഴിപ്പുളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സാബുവിൻ്റെ ഈ ചക്ക പിണറായി വിജയനുള്ള ചക്കയാണ്. സാബുവിൻ്റെ ചക്ക കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് പിണറായിക്ക് പഴുപ്പിച്ച് തിന്നാനുള്ള സാബുവിൻ്റെ ചക്കകളാണ് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.